10-40 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ UAE-യിൽ സമാധാനത്തിന്റെ ഒരു ദിവസമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ഇല്ലാത്ത സമാധാനത്തിന്റെ ഒരു ദിവസമാണ്. വലിയ ആശ്വാസത്തോടെയാണ് മേഖലയിലെ ജനങ്ങൾ ആ ഒരു ദിവസത്തെ സ്വീകരിച്ചത്. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തെ ഒരു രാജ്യം വളരെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ഒന്നിച്ചു നിന്ന് അതിജീവിച്ചതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് കടന്നു പോയത്. അതുകൊണ്ട് തന്നെ അത് UAE പതാക ഉയർത്തി ഒരു ജനത മുഴുവനും UAE-യെ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ നെഞ്ചോട് ചേർക്കുന്നതാണ്. അതിന്റെ പതാകയെ ബഹുമാനിക്കുന്നതിലൂടെ ഉയർത്തുന്നതിലൂടെ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത്. വെടിനിർത്തലിന്റെ ഒരു ഘട്ടം ഏകദേശം നടപ്പാവുന്നുണ്ട്. പക്ഷേ അത് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെടിനിർത്തൽ എന്ന് പറയുമ്പോഴും വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ തെക്കൻ ലബനോനിലേക്ക് ഇസ്രയേൽ നടത്തിയ അതിഭീകരമായിട്ടുള്ള ഒരു ആക്രമണം നമുക്ക് മുമ്പാകെയുണ്ട്. ആക്രമണത്തിൽ ഇതുവരെ 303 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ. 1000-ലധികം പേർക്ക് പരിക്കേറ്റു എന്നും ലബനോൻ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ 2 ആഴ്ചക്കാലത്തെ വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് തെക്കൻ ലബനോനിലേക്ക് ഇസ്രയേൽ നടത്തിയ ഈ ഒരു പ്രധാനപ്പെട്ട ആക്രമണം ഉണ്ടായത്. എന്തുകൊണ്ടാണ് വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ലബനോനിലേക്ക് ഇസ്രയേൽ അതിഭീകരമായ ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു ചോദ്യം വിവിധ തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇസ്രയേൽ പറയുന്നത് ഈ ലബനോൻ എന്ന ഒരു ഘടകം വെടിനിർത്തൽ നിബന്ധനകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പാകിസ്ഥാനും ഇറാനും ആവർത്തിച്ചു പറയുന്നു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിബന്ധനകളിലൊന്ന് ലബനോൻ അടക്കം എല്ലാ തരത്തിലുള്ള മേഖലകളിലും സൈനികാക്രമണം നിർത്തണം എന്നുള്ളതായിരുന്നു. എങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഘടകത്തിൽ ആശയ അവ്യക്തതകൾ ഉണ്ടാകുന്നത്, പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾ വരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുന്നില്ല. എന്തായാലും ഈ വീക്കെൻഡിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഒരു ലോങ് ടേം ഡീലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നയതന്ത്ര ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇത്തവണ ചർച്ചകളിൽ പങ്കെടുക്കാൻ പോകുന്നത് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കമുള്ളവരാണ്. ഇതുവരെ മിഡിൽ ഈസ്റ്റ് എൻവോയ് ആയിരുന്ന സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകനായിരുന്ന ജെറാഡ് കുഷ്ണറും ഒക്കെയാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതെങ്കിൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാൻ ഇസ്ലാമാബാദിലേക്ക് അയക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഈ ചർച്ചയിൽ ഇറാനിയൻ പങ്കാളിത്തം സംബന്ധിച്ച് വീണ്ടും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാനിലെ തസ്നിം ന്യൂസ് ഏജൻസിയെ ഉദ്ധരിച്ച് സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ നിന്ന് മുതിർന്ന ഡെലിഗേറ്റ്സുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഇത് സംബന്ധിച്ച വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തസ്നിം ന്യൂസ് ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാനിയൻ വാർത്താ ഏജൻസികൾ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ട് പറയുന്നത് ലബനോനിലുള്ള ഇസ്രയേൽ ആക്രമണം നിർത്താതെ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തങ്ങൾ ഒരുക്കമല്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ആശയക്കുഴപ്പമാണ് അവിടെ നടക്കുന്നത്. വെടിനിർത്തലിന്റെ ഈ ഒരു സമയത്ത് തന്നെ കുവൈറ്റിൽ ഒരു ഡ്രോൺ ആക്രമണം റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. നാഷണൽ ഗാർഡ് സൈറ്റുകളിന് നേരെയാണ് ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആർക്കും പരിക്കില്ല. പക്ഷേ ഈ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് കുവൈറ്റ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സൗദിയുമായി ബന്ധപ്പെട്ട ഒരു നിർണായക പൈപ്പ് ലൈനിന് ആക്രമണത്തിൽ തകരാറേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതായുള്ള വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ നമുക്കിന്ന് കാണാൻ കഴിയും. സീസ് ഫയർ വന്നതോടെ ഈ സൗദി എയർലൈൻസ് ജദ്ദയിൽ നിന്ന് ഈ ദുബായിലേക്കും അബുദാബിയിലേക്കും അമ്മാനിലേക്കും ഒക്കെയുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി അവർ നൽകുന്നുണ്ട്. ഏപ്രിൽ 11 മുതലാണ്, അതായത് നാളെ മുതലാണ് സൗദി എയർലൈൻസ് ജദ്ദയിൽ നിന്നും ഈ ഒരു കേന്ദ്രങ്ങളിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസുകൾ പുനരാരംഭിക്കുന്നത്. അപ്പൊ യാത്രക്കാർ കൃത്യമായി ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ പരിശോധിച്ചതിന് ശേഷം ഈ വിമാന കമ്പനിയുമായി കോൺടാക്ട് ചെയ്തതിന് ശേഷം യാത്രയ്ക്കായി തയ്യാറായി എത്തുക എന്നാണ് സൗദി എയർലൈൻസ് അറിയിക്കുന്നത്. ഇതിനിടെ ഇറാനിൽ നിന്ന് വന്നിരിക്കുന്നത് മുൻ വിദേശകാര്യ മന്ത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കമാൽ ഖറാസി 1997-2005 കാലഘട്ടത്തിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിരുന്ന വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് കമാൽ ഖറാസിയുടേത്. അദ്ദേഹത്തിന്റെ മരണമാണ്. ഈ മാസം ആദ്യം ഉണ്ടായ ഇസ്രയേൽ US ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. അദ്ദേഹം മരണമടഞ്ഞതായിട്ടാണ് ഇറാനിയൻ വാർത്താ ഏജൻസികൾ ഇപ്പോൾ കാര്യങ്ങൾ അറിയിക്കുന്നത്. ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾക്കിടെ തന്നെ ഏഷ്യൻ മാർക്കറ്റ്സിലും അതുപോലെ തന്നെ എണ്ണ വിലയിലും ഒക്കെ വലിയ രീതിയിലുള്ള അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. എണ്ണ വിലയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലേക്ക് മടങ്ങി വരും. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെ ഷിപ്പുകൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇറാനിയൻ സൈന്യത്തിന്റെ അനുമതിയോടെ പേരിന് മാത്രം ഷിപ്പുകൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്.
തങ്ങളുമായി ആലോചിക്കാതെ ഷിപ്പുകൾ കടത്തി വിടരുതെന്ന് ഇറാനിയൻ സേന തന്നെ വ്യക്തമാക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതായത് പൂർണ്ണമായ രീതിയിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനിടെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ തലവനായിട്ടുള്ള സുൽത്താൻ അൽ ജാബർ, അദ്ദേഹം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തിയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അദ്ദേഹം ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു ക്ലാരിറ്റി ആയി പറയുന്നു. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഇപ്പോഴും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ കപ്പലുകൾക്ക് പോകാനുള്ള ഒരു മനസ്സ് അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവിടെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാട്ടർ വേയെ ഇങ്ങനെ വെപ്പണൈസ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല, ഇത് മാറണം എന്ന് വളരെ ശക്തമായി തന്നെ സുൽത്താൻ അൽ ജാബർ, UAE-യുടെ അബുദാബിയുടെ നാഷണൽ ഓയിൽ കമ്പനി ഹെഡായിട്ടുള്ള അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നതും നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും എല്ലാ കണ്ണുകളും ഇസ്ലാമാബാദിലേക്ക് തിരിയുന്നതാണ് ഈ വീക്കെൻഡിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്. എങ്ങനെയാണ് ഇസ്ലാമാബാദിലെ ചർച്ചകൾ പോവുക? ചർച്ചകൾ നടക്കുമോ? ഇറാൻ പങ്കെടുക്കുമോ? ഇപ്പൊ തന്നെ പല പോയിന്റുകളിലും അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇരു കക്ഷികളും പറയുന്നത്. ചർച്ചകൾ എങ്ങനെ ഉരുത്തിരിയും എന്ന് നമുക്ക് ഉറ്റുനോക്കാം.